ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശും നയനയും തമ്മിൽ ഒരു മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് നയന വിചാരിക്കുകയാണ്. ആ ഒരു കാര്യം ആദർശിനെ ധരിപ്പിക്കാനായിട്ട് നയന നേരെ ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആദർശാണെന്നുണ്ടെങ്കിൽ ഓഫീസ് ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്, ലാപ്ടോപ്പൊക്കെ തുറന്നു വെച്ചിട്ട്. അപ്പം നയന ചെന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നേരത്തെ പോലെ നീ എന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അതിപ്പോൾ ഇനി പറഞ്ഞിട്ട് പറ്റില്ല, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെന്ന് പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അതല്ല, എനിക്ക് വേറൊരു കാര്യമാണ് പറയാനുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്താ കാര്യം എന്നുണ്ടെങ്കിൽ പറയും, നീ ഇവിടെ നിന്ന് വെറുതെ സമയം കളയാതെ എൻ്റെ ജോലിയെ തടസ്സപ്പെടുത്താതെ പോകാനായിട്ട് നോക്കുമെന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അതെ, ഇപ്പോൾ എൻ്റെ വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. ആ ഒരു പലിശക്കാരൻ വന്നിട്ട് 10 ദിവസത്തിനുള്ളിൽ ബാക്കി തുക കൂടെ അടച്ചു തീർത്തില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നും അമ്മയും അച്ഛനെയും നന്ദുവിനെയും ഇറക്കി വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പൈസ കണ്ടെത്തണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ എന്തിനാ അത് എന്നെ വന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ എത്ര പൈസ വേണമെങ്കിലും തരല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അത് എനിക്ക് അങ്ങനെയുള്ള പൈസ അല്ല വേണ്ടത് എന്ന് പറയുകയാണ്. മുത്തശ്ശനോട് പറഞ്ഞാൽ എനിക്ക് പൈസ എന്തായാലും ലഭിക്കും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ എനിക്ക് നേടുന്ന എന്തെങ്കിലും പൈസ വേണമെന്ന് പറയുകയാണ്. അപ്പോൾ നീ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ നമുക്കിവിടെ ഒരു മത്സരം നടക്കാനായിട്ട് പോവുകയല്ലേ, അപ്പോൾ അതിൽ നമുക്ക് മത്സരിക്കാം കപ്പിളായിട്ട്. അതിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ ലഭിക്കും. അപ്പോൾ എനിക്കത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിനക്ക് എന്താ വട്ടാണോ? ഇത്രയും വലിയ കമ്പനികളുടെ MD ആയ ഞാൻ ഈ ഒരു കുഞ്ഞൊരു മത്സരത്തിൽ 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി മത്സരിക്കണമെന്നാണോ നീ പറയുന്നത്? ഒരിക്കലും നടക്കില്ല നയനെ, നീ അതും വെച്ചിട്ട് എൻ്റെ അടുത്ത് ഇരിക്കാനായിട്ട് നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശം നയനയും കൂടി സംസാരിക്കുന്നുണ്ട്. മാറി നിന്നിട്ട് ദേവയാനിയും ജലജയും കൂടി കാണുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ എൻ്റെ മോൻ എൻ്റെ വാക്ക് ധിക്കരിക്കില്ല എന്ന്, അവനിങ്ങനെയൊന്നും പങ്കെടുക്കുന്നത് ഒരു താല്പര്യമില്ലാത്തൊരു കാര്യമാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ ജലജയെന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ജലജയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ദേവയാനി പോകുന്നുണ്ട്. അപ്പോൾ ജലജ മനസ്സിലാലിക്കുന്നുണ്ട്, എൻ്റെ ഉദ്ദേശം എന്തായാലും നടന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ നയനയും ആദർശം മത്സരത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പായെന്ന് പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി, ഇങ്ങനെ വില കുറച്ചൊന്നും കാണല്ലേ, എൻ്റെ ആവശ്യം അതായിപ്പോയി എന്ന് പറയാണ്. അപ്പോൾ ആദർശാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ആ ഒരു കാര്യം ആ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അതിനുശേഷം അവൾ വളരെയധികം വിഷമത്തിൽ അവിടെ നിന്ന് പോവുകയാണ്. ആദർശ് ഈ ഒരു മത്സരത്തിന് വന്നില്ല, ഇനി ഇവിടെ നിന്നുകൊണ്ട് ഒരാഴ്ച കൊണ്ട് എങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പൈസ ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നുള്ളൊരു വിഷമത്തിലാണ് നയന നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അതേപോലെ തന്നെ നയനയുടെ പോലെ തന്നെ വിഷമമൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. മുത്തച്ഛൻ്റെ വീട്ടിലെ മരുമകളും ഇതേ അവസ്ഥയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഭർത്താവും ഇതേപോലെ വരാനായിട്ട് സമ്മതിക്കുന്നില്ല. ആ സമയം അഭിയാണെന്നുണ്ടെങ്കിൽ നവ്യയുടെ അടുത്ത് പോയി പറയുകയാണ്, നമുക്ക് ഈ ഒരു മത്സരത്തിൽ കപ്പിളായിട്ട് മത്സരിക്കാവുന്നതാണെന്ന് പറയുകയാണ്. എന്തായാലും നമുക്ക് തന്നെയായിരിക്കും പ്രൈസ് കിട്ടുക എന്ന് പറയുമ്പോൾ നവ്യയ്ക്കും വളരെയധികം സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടനും നയനയും ഇതിലൊന്നും പങ്കെടുക്കുന്നില്ല, അതുകൊണ്ട് എന്തായാലും നമുക്ക് വേറെ കോമ്പറ്റീഷനൊന്നുമില്ല, അപ്പം നമ്മൾ തന്നെയായിരിക്കും എന്തായാലും വിജയിക്കുക എന്ന് അഭിയും നവ്യയും ഓവറായിട്ട് കോൺഫിഡൻസ് ലഭിച്ചിട്ടിരിക്കുകയാണ്. അതിനുശേഷം പ്രോഗ്രാമൊക്കെ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് അവിടുത്തെ അവതാരകർ വരികയാണ്. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓരോ കപ്പിൾസിൻ്റെ പേരുകളൊക്കെ വിളിച്ചു തുടങ്ങുകയാണ്. അങ്ങനെ ആദ്യം നവ്യേനെ വിളിക്കുന്നുണ്ട്, അഭിയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ വിളിച്ച് ലാസ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ മുത്തശ്ശൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലെ ആ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെയും ഭർത്താവിനെ വിളിക്കുന്നുണ്ട്. അവർ എന്താണെന്നറിയാതെ പകച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റേജിലേക്ക് 2-3 വട്ടം വിളിച്ചതിന് ശേഷം അവർ രണ്ടുപേരും അങ്ങോട്ട് കടന്ന് ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദർശിൻ്റെയും നയനയുടെയും പേരും അവർ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നത്. മുത്തശ്ശൻ്റെ പരിപാടിയായിരുന്നു അവർ പങ്കെടുപ്പിക്കുക എന്നുള്ളൊരു കാര്യം. അങ്ങനെ 2-3 വട്ടം വിളിക്കുമ്പോൾ നയന എണീറ്റ് നിൽക്കുന്നുണ്ട്. ഞാനാണ് നയന എന്ന് പറഞ്ഞിട്ട്. ആദർശനാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല താനും. പക്ഷേ അവർ വിളിച്ച സ്ഥിതിക്ക് ആദർശവും അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം 3-4 റൗണ്ടുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നടന്നു കഴിയുമ്പോൾ എല്ലാ മത്സരങ്ങളിലും ആദർശം നയനയുമാണ് ജയിക്കുന്നത്. മത്സരങ്ങളിലെല്ലാം നയനയും ആദർശം ജയിക്കുന്നത് കണ്ടിട്ട് നവ്യയ്ക്കും അഭിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്, അതേപോലെ ജലജയ്ക്കും. അപ്പോൾ ജലജയാണെന്നുണ്ടെങ്കിൽ പോയി ചോദിക്കുകയാണ് ദേവയാനിയുടെ അടുത്ത്, ചേടത്തിയല്ലേ പറഞ്ഞത് അവരെന്തായാലും പങ്കെടുക്കില്ല എന്നുള്ളൊരു കാര്യം, പിന്നെന്താണ് അവർ രണ്ടുപേരും അങ്ങോട്ട് പോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്കറിയില്ല എന്താണ് പ്രശ്നമെന്നുള്ള കാര്യം, എന്താ സംഭവിച്ചതെന്നുള്ളൊരു കാര്യം, എൻ്റെ മോൻ എന്തായാലും പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുള്ള കാര്യം നീയും കേട്ടത് തന്നെയല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട്
എന്നിട്ട് ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും സ്റ്റേജിൽ കയറി നിന്ന് പെർഫോമൊക്കെ ചെയ്ത് ബെസ്റ്റ് കപ്പിൾ എന്നുള്ളൊരു ആ ടൈറ്റിൽ ഇവർ തന്നെ വിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമ്മാനത്തുക ഇവർ കൈപ്പറ്റി നിൽക്കുന്നത് കാണിക്കുകയാണ്. അങ്ങനെ അതോടുകൂടിയിട്ട് മറ്റൊരു പത്തരം മറ്റിലെ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് എന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. ഇതിനെ തുടർന്നുള്ള വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്കിതിൽ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇഷ്യൂസ് വരുന്നത് കൊണ്ടാണ് നമ്മൾ അതൊന്നും ഉൾപ്പെടുത്താത്തത്. അപ്പോൾ കാണുന്ന എല്ലാ പ്രേക്ഷകരും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. ഇത് വെച്ചിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു മോണിറ്റൈസേഷൻ്റെയും അതേപോലെ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഏറ്റവും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.